أما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان മനുഷ്യ നിന്റെ ബോധമണ്ഡലം ഉണർന്നിട്ടില്ലല്ലോ. എപ്പോഴാണ് നിന്റെ ബോധമണ്ഡലം ഉണരുക? ഇതാ ദുഃഖത്തിൽ അർദുദക്കൻ ദക്ക, ഭൂമിയെ ഇടിച്ചുടിച്ച് ധൂളി ധൂളിയാക്കപ്പെട്ടാൽ അതുവരെ ഈ സമ്പത്താണ് അനുഗ്രഹം എന്ന് വിചാരിച്ച് നീ നടക്കും. ഈ ആധാരക്കെട്ടാണ് അനുഗ്രഹം നിന്റെ പറുദീസ എന്ന് നീ വിചാരിക്കും. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, ഒരാൾക്ക് ആരോഗ്യം ഇല്ല. രണ്ട് നിഅമത്ത്. ആരോഗ്യമുള്ളവൻ ആ ആരോഗ്യം നന്മയിൽ ചിലവഴിക്കുന്നില്ല. ആരോഗ്യമില്ലാത്തവനും നന്മയിൽ ചിലവഴിക്കുന്നില്ല. പക്ഷേ ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യമുണ്ടെങ്കിൽ നന്മ ചെയ്യാമായിരുന്നല്ലോ എന്ന് കുതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അള്ളാഹു എഴുതി വെക്കും. ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ആര നേടിയത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആരോഗ്യമുള്ളവന് അതിന് ആരോഗ്യത്തെ നന്മയിൽ ചെലവഴിക്കാൻ കഴിയുന്നില്ല. ആരോഗ്യമില്ലാത്തവനും നന്മയിൽ ചെലവഴിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, റബ്ബേ നീ എനിക്ക് ആഫിയത്തെങ്ങാനും തന്നാൽ, എനിക്ക് ആരോഗ്യം തിരിച്ചു തന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ എന്നയാൾ മനസ്സിൽ വിചാരിക്കുന്നു. വറഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ, ഖൈറിൽ ആഗ്രഹിക്കുന്ന തന്നെയും ഖൈറാണ്. നിയ്യത്തുൽ മുഅ്മിൻ ഖൈറുൻ മിൻ അമലിഹി, പലപ്പോഴും അമലിനേക്കാൾ വലുത് നിയ്യത്താണ്. അപ്പോഴും നേടിയവനാരാ? ആരോഗ്യമില്ലാത്തവൻ. ഇനി അപ്പുറത്തേക്ക് ആരോഗ്യമുള്ളവൻ ആരോഗ്യം നന്മയിൽ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നേടിയില്ലേ? നേടാം, പക്ഷേ നേടൂല. എന്തിനാ ചെലവഴിച്ചത്? ചെലവഴിച്ചത് അവന്റെ തടി കൊണ്ട് അധ്വാനിക്കുന്നവനാണ്, അവന്റെ തടി കൊണ്ട് നന്മ ചെയ്യുന്നവനാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പറയപ്പെടാൻ വേണ്ടിയാണ്. എങ്കിൽ അവന്റെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കൂല. ചിന്തിച്ചു നോക്കൂ. മറിച്ചുടാം. ആരോഗ്യമില്ലാത്തവൻ പഠിച്ചോനെ എനിക്ക് ആരോഗ്യം കിട്ടിയാൽ നന്മ ചെയ്യാമായിരുന്നല്ലോ എന്ന് കുതിക്കുന്നു. അപ്പോൾ തന്നെ എഴുതി വെക്കുന്നു. ആരോഗ്യമുള്ളവൻ നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ കേളിയാണ് അവന്റെ ഇഷ്ടം, അതാണ് അവന്റെ താല്പര്യം. അതൊരു വിനോദം പോലെയാണ്, അവന് ഒരു എന്റർടൈൻമെന്റ് ആണ്. ഒരു നന്മ ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ പറയപ്പെടും, അബ്ദുറഹ്മാൻ വലിയ നന്മ ചെയ്യുന്ന ആളാ. അത് പറയപ്പെടല ലക്ഷ്യം. അവന്റെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല. ആരാ നേടിയത്? ഇവിടെ ഇത് മനുഷ്യൻ ചിന്തിക്കണം. ഇവിടെ സമ്പത്ത് ആത്യന്തികമായ നിഅമത്തല്ല, ആരോഗ്യവും ആത്യന്തികമായ നിഅമത്തല്ല. അതൊക്കെ അൽമാൽ വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, അതൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. അത്രേ ഉള്ളൂ. മനുഷ്യൻ ചിന്തിക്കണം. ഇസ്ലാമിയത്ത് പ്രവേശിക്കാത്ത ആളുകളെ, ഖൽബിന്റെ ഉള്ളിലേക്ക് ഈമാൻ പ്രവേശിക്കാത്ത മനുഷ്യരെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥലമുണ്ട് പരിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ ഫജ്റിൽ. നിങ്ങൾക്കറിയൂ? ചിന്തിക്ക്. ആ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറഞ്ഞ വചനവും വാക്കും ഈ ആയത്തും കൂടെ കൂട്ടിച്ചേർത്താൽ ഒന്നുകൂടി മനസ്സിലാവും. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫജ്റിൽ ഒരു വാക്കുണ്ട്, ഒരു രണ്ടായത്തുണ്ട്. ചിന്തിക്കണം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا. يا الله,
അപ്പോൾ പൊതുവെ മനുഷ്യൻ, ഈമാൻ ഉള്ളിൽ പ്രവേശിക്കാത്ത പൊതു മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹു, എന്നിട്ട് ഔദാര്യം ചൊരിഞ്ഞു കൊടുത്താൽ, വനഅമഹു, പ്രത്യക്ഷ നിഅമത്തുകൾ എമ്പാടും നൽകിയാൽ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എനിക്ക് ഔദാര്യം ചൊരിഞ്ഞിട്ടുണ്ട് എന്നവൻ പറയും. എന്നെ വല്ലാതെ എന്റെ റബ്ബ് ആദരിച്ചു, എനിക്ക് എമ്പാട് മുതൽ തന്നല്ലോ എന്നവൻ പറയും. അടുത്ത വാക്കണ്ട, വീണ്ടും അവനെ പരീക്ഷിച്ചാൽ അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചു. എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു കളഞ്ഞു, എന്റെ ഔദാര്യങ്ങൾ എനിക്ക് തരുന്ന ആനുകൂല്യങ്ങൾ അവൻ നിർത്തിവെച്ചു എന്നും അവൻ പറയും. അതായത് കിട്ടിയാൽ പടച്ചോൻ എന്നെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയും, കിട്ടിയില്ലെങ്കിലോ പടച്ചോൻ എനിക്കൊന്നും തരുന്നില്ലല്ലോ എന്നും അവൻ പറയും. അല്ല, തന്നത് നിന്നെ ബഹുമാനിച്ചതുമല്ല, നിർത്തിവെച്ചത് നിന്നെ നിന്ദിച്ചതുമല്ല, അതൊരു നിഅമത്തുമല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞു. ഇതന്നെയല്ലേ ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ. ഇത് ഖുർആൻ ആക്ഷേപിച്ചതാ. ആര്? ഈമാനുള്ളിൽ പ്രവേശിക്കാത്തവരെ ആക്ഷേപിച്ചതാ. ഇതന്നെയല്ലേ നമ്മളെ അവസ്ഥ. സമ്പത്ത് കിട്ടിയാലോ അത് അനുഗ്രഹം ചൊരിഞ്ഞതല്ല, അതൊരു തരം പരീക്ഷണം. സമ്പത്ത് നിർത്തിയതോ അത് വേറൊരു തരം പരീക്ഷണം. പകൽ ഒരു പരീക്ഷണമാണെങ്കിൽ രാത്രി വേറെ പരീക്ഷണം. രണ്ടിനും വിരുദ്ധ ഭാവങ്ങളാണുണ്ടെങ്കിലും രണ്ടു പരീക്ഷണം. ആരോഗ്യം ഒരു പരീക്ഷണ, രോഗം ഒരു പരീക്ഷണ. സമ്പത്ത് ഒരു പരീക്ഷണ, ദാരിദ്ര്യ ഒരു പരീക്ഷണ. സമ്പത്ത് കൊടുത്തത് ബഹുമാനിച്ചതല്ല, ദാരിദ്ര്യം നിന്ദിച്ചതുമല്ല. ഞാമത്തേതാ? അതൊന്നുമല്ല. ഞാമത്തേതാ? ഞാമത്ത് അല്ലാഹു എന്ന ചിന്ത ഖൽബിന്റെ ഉള്ളിൽ പ്രവേശിച്ചതാ. അത് ഒരു ഞാമത്താണെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഒന്നോട് നോക്ക്, ആയത്ത് ഒന്നോട് നോക്ക്. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان. മനുഷ്യ, നിന്റെ ബോധമണ്ഡലം ഉണർന്നിട്ടില്ലല്ലോ. എപ്പോഴാണ് നിന്റെ ബോധമണ്ഡലം ഉണരുക? ഇതാ ദുഃഖത്തിൽ ദക്കൻ ദക്ക, ഭൂമിയെ ഇടിച്ചുടിച്ച് ധൂളി ധൂളിയാക്കപ്പെട്ടാൽ അതുവരെ ഈ സമ്പത്താണ് അനുഗ്രഹം എന്ന് വിചാരിച്ച് നീ നടക്കും. ഈ ആധാരക്കെട്ടാണ് അനുഗ്രഹത്തിന്റെ പറുദീസ എന്ന് നീ വിചാരിക്കും. ഈ ഭൗതികമായ നേട്ടങ്ങളാണ് നേട്ടം എന്ന് നീ പറഞ്ഞു നടക്കും. കല്ല, അതൊന്നൊന്നുമല്ല. എത്ര വലിയ സത്യമാണ് പറഞ്ഞത്. മനസ്സിലാവുണ്ട പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ വരി വീണ്ടും ഒന്ന് പറഞ്ഞു നോക്ക്. മല്ലം യറ നിഅമത്തല്ലാഹി ഇല്ലാ അലൈഹി ഇല്ലാ ഫീ മഅകലിഹി വമശ്റബിഹി വആഫിയതി ബദനിഹി ഫലൈസ ലഹു നസീബുൻ മിനൽ അഖലി അൽബത്ത. ഹാഫിദ് ഇബ്നു ഖയ്യിമിന്റെ ഒരു വ്യാഖ്യാനം. ഒരാൾ അവന് ലഭിച്ച വരുമാനങ്ങളും തടിയുടെ ആരോഗ്യവുമാണ് അള്ളാഹുവിന്റെ നിഅമത്തായി മനസ്സിലാക്കിയിട്ടുള്ളൂ എങ്കിൽ ഫലൈസ ലഹു നസീബുൻ മിനൽ അഖലി അൽബത്ത, അവന് ബുദ്ധി എന്ന സാധനമേ ഇല്ല. എന്തേ? അതൊക്കെ പരീക്ഷണ വസ്തുക്കളാണ്. എന്നാ നിഅമത്ത് എന്താ? അഅ്ളമു നിഅമത്തില്ലാഹി അൽ ഇസ്ലാം, അഅ്ളമു നിഅമത്തില്ലാഹി അൽ ഈമാൻ. അല്ലാഹുവിന്റെ നിഅമത്ത് ഇസ്ലാമാണ്. മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ടുണ്ടോ നീ നേടിയവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. മനുഷ്യൻ ചിന്തിക്കണം. എത്ര വൃത്തി
ശക്തിയായ വാക്കുകളാണ് പറഞ്ഞത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ചില്ലറ ദിർഹമുകൾക്ക് വേണ്ടി, തന്റെ പടയങ്കി ദിർഹമുകൾക്ക് വേണ്ടി, അത്തായത്തിന് വേണ്ടി, അത്തായത്തിന്റെ ഗോതമ്പിന് വേണ്ടി, ചില്ലറ വിലയുള്ള നാണ്യങ്ങൾ, വിലയുള്ള ദിർഹമുകൾ, വിലയുള്ള അത്തായത്തിന്റെ ഗോതമ്പിന് വേണ്ടി പടയങ്കി പണയപ്പെടുത്തി വഫാത്തായി പോയ ഒരു മനുഷ്യൻ ഉണ്ട്. ആ മനുഷ്യനാണ് അള്ളാഹുവിന്റെ ഏറ്റവും മഹാനായ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ. മരിക്കുമ്പോഴും കടം, അത്തായത്തിന് വേണ്ടി വാങ്ങിയ ഗോതമ്പിൽ കടം. അപ്പോൾ ബാങ്ക് ബാലൻസായി, വലിയ വലിയ കോടികൾ ബാങ്ക് ബാലൻസായും ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസായും മരിച്ചു പോയി എന്ന വാപ്പാന്റെ മക്കൾ പറയും, എന്ത് ഞങ്ങൾ വാപ്പാന്റെ നിയമത്തോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോൾ പിന്നെ നിയമത്തില്ലാത്ത വാപ്പയാണ് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒന്നും ബാക്കി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എന്തുണ്ടായി? എന്താ ഉള്ളത്? ഫാത്തിമ ബീവിക്കൊന്നുമില്ല. എന്തുകൊണ്ട്? അവസാനം കടം. ആ കടം അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആരാണ് ഈ മുത്ത് റസൂൽ എന്ന് ചിന്തിക്കണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും മുത്തനബി വഴിയാ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹബീബ് അള്ളാഹു നൽകിയ ഈ പ്രപഞ്ചത്തിലെ റഹ്മത്ത് മുഴുവനും കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം മുത്തുനബി വഴിയാണ്, മുഹമ്മദ് മുസ്തഫ വഴിയാണ്. വമാ അർസൽനാക ഇല്ലാ, അതിന്റെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ അത്താഴത്തിന്റെ ധാന്യത്തിന് വേണ്ടി സ്വന്തം പണയപ്പെടുത്തിയിട്ട് അങ്ങനെ മരിച്ചുപോയതാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ പല രാത്രിയും അത്താഴം ഇല്ലതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് ഞാനിങ്ങനെ തടവി കൊടുക്കും. ഹബീബാകട്ടെ ചിലപ്പോൾ കട്ടിലിൽ ചുരുണ്ട് കിടക്കുകയും ചെയ്യും. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടുള്ള വയറിന്റെ വേദന കാരണം ഹബീബായ നബി ചുരുണ്ട് കിടക്കുകയും ഞാൻ ചിലപ്പോൾ വയറ് ഇങ്ങനെ തടവി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. എന്താ അവസ്ഥ? നമ്മുടെ നാട്ടില് അത്താഴപ്പട്ടിണിക്കാരൻ നമ്മൾ പറ്റദരിദ്രൻ എന്ന് പറയും. പല രാത്രിയും അത്താഴപ്പട്ടിണിക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നിഅമത്തിനുള്ള അമ്മീന്ന. മനസ്സിലായോ പറഞ്ഞത്? ഒന്നുമില്ല. വീടാകെ പരിശോധിച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ഖിതാഅത്തു റഗീഫിൻ യാബിസിൻ, ഒരു ഉണങ്ങിയ പത്തിരിയുടെ കഷ്ണം മാത്രമാണ് കിട്ടിയത്. ദിവസങ്ങളായി വീട്ടിൽ ഭക്ഷണം വെച്ച ലക്ഷണമൊന്നും ഇല്ല. ആ ചെറിയ ഈ പത്തിരിയുടെ ഉണങ്ങിപ്പോയ കഷ്ടവും കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ നബി മുന്നിലുണ്ട്. നബിയെ കണ്ടപ്പോൾ കരഞ്ഞുപോയി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ ചേർത്ത് നിർത്തി. എന്തിനാ കരഞ്ഞ? അപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ വീട്ടിൽ എന്തൊക്കെ ഭക്ഷണമുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഭക്ഷണം വെച്ചവർ ദിവസങ്ങളായി ഭക്ഷണം വെച്ച ലക്ഷണമില്ല. ഒരു ഉണങ്ങിയ കഷ്ണം കിട്ടി. അത് കണ്ടപ്പോൾ കരഞ്ഞു. അതിന് കരഞ്ഞതെന്തിനാ? അപ്പോൾ പറഞ്ഞു, കൈസർ പർവേസിന്റെ അതിഥിയായി ഇറാഖിലെ കൈസറിന്റെ കൊട്ടാരത്തിൽ പാർത്ത ഓർമ്മ എനിക്കുണ്ട്. ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് കൈസർ പർവേസിന്റെ കൊട്ടാരത്തിൽ ഇറാഖിൽ കൈസർ പർവേസിന്റെ വലിയ അതിഥിയായി പാർത്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ വിരുന്നുകാർക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ ബാക്കി വലിച്ചെറിഞ്ഞത് ഞാൻ ഓർത്തുപോയി. അങ്ങേക്ക് രാത്രിയും പട്ടിണിയല്ലേ, പകൽ പട്ടിണിയല്ലേ? അത് ഓർത്ത് കരഞ്ഞോയില്ല. അപ്പോൾ ഹബീബ് ചേർത്ത് നിർത്തി ഉമർ ബിൻ ഖത്താബിനെ റളിയല്ലാഹു അൻഹു. അമാ തറല്ലാ ബിഅന്ന ലഹും അദ്ദുനിയ വലന അൽആഖിറ. അമാ തറല്ലാ, പുറത്തൂടെ അങ്ങനെ കൂട്ടിപ്പിടിച്ച്. എന്നിട്ട് ഹബീബ് പറഞ്ഞു, അമാ തറല്ലാ ഉമറേ, അമാ തറല്ലാ ബിഅന്ന ലഹും അദ്ദുനിയ വലന അൽആഖിറ.
ഉമറേ അമാ തർലാ ബിഅന്ന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, അവർക്ക് ദുനിയാവ് നമുക്ക് ആഖിറം, നീ സംതൃപ്തനല്ലേ? എന്തിനു പേടിക്കണ? ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനെ സന്തോഷിപ്പിച്ചു ആ വാക്കുകൊണ്ട്. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അപ്പോൾ എന്നും പട്ടി 2 മാസമൊന്നും ഞങ്ങളെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കാറില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. 2 മാസം തീ കത്തിക്കാത്തൊരു വീട് എവിടെയുള്ള? ഇവിടെ ഹബീബിന്റെ വീട്ടിൽ 2 മാസത്തിലൊന്നും അടുപ്പിൽ കത്തിക്കാറില്ല. എന്റെ അടുപ്പിൽ കത്തിക്കാച്ച് ഭക്ഷണം വെക്കാവുന്നൊരു ധാന്യം ആ വീട്ടിൽ കിട്ടാറില്ല. ഇല്ല. നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ഫീ ശഹ്റൈനി മുതതാബിഈൻ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഹബീബ റസൂലുള്ളാഹിയുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കൂല. 2 മാസമൊന്നും തീ കത്തിക്കൂല. പിന്നീട് സ്വഹാബികൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ചോദിച്ചു ഒരിക്കൽ, ഉമ്മി വമാ ഫീ തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളിൽ പിന്നെ എങ്ങനെ കഴിഞ്ഞൂടി? അപ്പോൾ പറഞ്ഞു, അൽ അസ്വദാനി അത്തംറു വൽ മാ, എവിടെന്ന് ഒരു കാരക്ക കിട്ടിയാൽ അത് ഞങ്ങൾ ചീന്തി കഴിക്കും. വനശ്റബു അലൈഹാ മിനൽ മാഇ, കുറച്ച് പച്ചവെള്ളം കുടിക്കും, പിന്നെ അത് മതിയാവും. അന്നത്തെ ദിവസത്തിന് എവിടുന്നെങ്കിലും ഒരു കാരക്ക കിട്ടിയാൽ അത് ചീന്തി നബിയും ഭാര്യമാരും കൂടി കഴിക്കും. കാരക്ക കിട്ടിയ ചീന്തി കഴിക്കും. വനശ്റബു അലൈഹാ മിനൽ മാ, നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പട്ടിണി 1 ദിവസം 2 ദിവസമല്ല, 2 മാസമൊന്നും അടുപ്പിൽ തീ കത്തിക്കൂല. മുന്നേ നബിയുടെ വീട്ടിൽ, മുത്തുനബിയുടെ വീട്ടിൽ. എന്നിട്ട് എന്ത് കമ്മിയുണ്ട്? അപ്പോൾ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ, അനുഗ്രഹം കിട്ടിയപ്പോൾ അത് നിന്നെ ബഹുമാനിച്ചതല്ല. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ കല്ലാ, അനുഗ്രഹത്തിന് ഒരു ചെറിയ തടസ്സം വെച്ചപ്പോൾ, കുറച്ച് വരുമാനം കമ്മിയായപ്പോൾ നിന്നെ നിന്ദിച്ചതും അല്ല, ഒന്നുമല്ല. അത് 2 പരീക്ഷണമാണ്. അതൊന്നുമല്ല പരീക്ഷണം, അതൊന്നുമല്ല നിഅമത്ത്. നിഅമത്ത് എന്നാൽ അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ, മൃതമായി കിടന്ന മനുഷ്യന് അല്ലാഹു ജീവൻ കൊടുത്തു. അല്ലാഹു തുറന്നു തരട്ടെ, മനസ്സ് തുറക്കെ അല്ലാഹു തുറന്നു തരട്ടെ, അല്ലാഹു തുറന്നു തരട്ടെ. ഈ ആയത്തിനെ ഞാൻ പിന്നീട് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. വമൻ കാന മൈതൻ, മൃതമായി കിടന്ന മനുഷ്യൻ മൃതമാണ്. അതായത് ഇപ്പോഴും ജീവിതം തുടങ്ങിയിട്ടില്ല. എന്താ ജീവിതം തുടങ്ങിയാൽ? തന്റെ റബ്ബിനെ കണ്ടെത്തലാണത്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله قلبي غير الله. നീ മൂമിനാണെന്ന് നീ അറിയുക, അതാണ് അനുഗ്രഹം. നീയും ഞാനും മൂമിനാണെന്ന് അറിയുക. അതെങ്ങനെ അറിയാം? അതിന് അളവുകളുണ്ടോ? ഉണ്ട്. അതിന് തെർമോമീറ്റർ ഉണ്ടോ? ഉണ്ട്. ഞാനൊരു മൂമിനാണെന്ന് എനിക്കറിയാൻ വല്ല മീറ്റർ ഉണ്ടോ? ഉണ്ട്. ഇതുവരെ അതറിയാനുള്ള വഴി ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഉള്ളത്? ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തിൽ അവൻ ആനന്ദിക്കും. അതെപ്പോഴാണ്? അവൻ മൂമിനാണെന്ന് അവൻ തിരിച്ചറിയുമ്പോൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവൻ്റെ ഏകാന്തതയിൽ അവൻ തിരിച്ചറിയും അവൻ മൂമിനാണെന്ന്. അവന് മീറ്റർ ഉണ്ട്. അതിന് മീറ്റർ ഉണ്ട്. മീറ്റർ ഇപ്പം തരാം. അതിന് മീറ്റർ ഉണ്ട്. പണി അളക്കാൻ മീറ്റർ ഉള്ളതുപോലെ, മഴ പെയ്തത് അളക്കാൻ മീറ്റർ ഉള്ളതുപോലെ, ഭൂമി അളക്കാൻ മീറ്റർ ഉള്ളതുപോലെ,
ടെമ്പറേച്ചർ കണക്കാക്കാൻ മീറ്റർ ഉള്ളത് പോലെ ഈമാൻ അളക്കാനും മീറ്റർ ഉണ്ട്. ആ മീറ്റർ വെച്ചൊന്ന് ഈമാൻ അളന്ന് നോക്ക്, അപ്പോൾ നമുക്ക് സന്തോഷിക്കാം, അല്ലെങ്കിൽ ദുഃഖിക്കാം. നിയമത്ത് പോയി കിട്ടിയിട്ടില്ല. ഏതാ അരിന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയുമ്പോഴത്തേന് ഹൃദയം പിടച്ചു. പിടക്കുന്നുണ്ടോ? നിന്റെ ഏകാന്തതയിൽ തിരിച്ചറിയ. അല്ലാഹ് എന്ന് പറയുമ്പോഴത്തേന് ഹൃദയം പിടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? മീറ്ററായി കിട്ടി, നീ മുഅ്മിനാണ്. അത് നിനക്ക് അത് അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടാലല്ലാതെ അങ്ങനത്തെ ഒരു സിഫത്ത് നിനക്കും എനിക്കും തരില്ല. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم. إنما المؤمنون മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്, വേറെ ഒരു വിഭാഗവുമില്ല. إنما المؤمنون മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്, ഒറ്റ വിഭാഗമേ ഉള്ളൂ. إذا ذكر الله അല്ലാഹുവിനെ പറയപ്പെട്ടാൽ വജലത് ഖുലൂബുഹും അവരുടെ ഹൃദയം ത്രസിച്ചു പോകും. ഇതാണ് നിഅമത്ത്. ആ നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുവരെ നിഅമത്ത് കിട്ടിയിട്ടില്ല. മുഅ്മിനീങ്ങൾ രണ്ട് വിഭാഗമില്ല, ഒരു വിഭാഗമേ ഉള്ളൂ. ഇന്നമൽ മുഅ്മിനൂൻ. അത് ചിന്തിക്ക്, അതിനുവേണ്ടി പ്രാർത്ഥിക്ക്, അതിനുവേണ്ടി പൊട്ടിക്കാരെ. അപ്പോൾ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു തരട്ടെ. മനസ്സ് തുറന്ന മീമ്പർ അല്ലാഹു എത്തിച്ചു തരട്ടെ. അല്ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. അതല്ലേ നിഅമത്ത്. ഇന്നമൽ ചിന്തിക്ക്. ഇപ്പോൾ മുഅ്മിനായിട്ട് തൻ്റെ ഏകാന്തതയിലിരുന്ന് അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തേന് കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തേന് കരഞ്ഞുപോയി. കാരണം എനിക്ക് അനുഗ്രഹദാതാവായ എൻ്റെ വത്സല്യനിധിയായ എൻ്റെ റബ്ബിനെ പറഞ്ഞപ്പോഴത്തേന് കരഞ്ഞുപോയി. ഇന്നമൽ മുഅ്മിനീങ്ങൾ അല്ലദീന ഒരു വിഭാഗം മാത്രമാണ്, രണ്ടാമത്തെ ഒരു വിഭാഗം ഇല്ല, രണ്ടാമത്തെ ഒരു വിഭാഗം ഇല്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീൻ മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്, രണ്ടാമത്തെ ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ ഇല്ല. മുഅ്മിനീങ്ങൾ എന്നാൽ അത് ഒരു കൂട്ടർ മാത്രമാണ്. അതാരോ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും അവരുടെ ഹൃദയം പടച്ചു പോകും അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ രോമാഞ്ചം കൊള്ളും, അവരുടെ മനസ്സ് ഹർഷപുളകിതമാകും, അവരുടെ മനസ്സിന്റെ സമനില തെറ്റിപ്പോകും, അവർക്ക് ഒരു വികാരവും ഇല്ലാതെ അല്ലാഹു എന്ന് കേട്ടിരിക്കാൻ കഴിയുകയില്ല. അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? അതൊന്നാണ് നിഅമത്താ. ഇല്ലെങ്കിൽ ഇപ്പോഴും നിഅമത്തിന്റെ പടിവാതിൽക്കലെത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോഴും നിഅമത്തിന്റെ പടിവാതിൽക്കലെത്തിയിട്ടില്ല. ആ നിഅമത്ത് നിനക്കും പിന്തുടരും. മറ്റൊരു ആധാരക്കെട്ടാണ്, അത് നീ മക്കൾക്ക് കൊടുത്തു. അത് നിന്റെ ബാപ്പാന്റെ ആധാരക്കെട്ടായിരുന്നു, അത് നീ വാങ്ങി. ഇനി നിന്റെ ആധാരക്കെട്ട് നീ മക്കൾക്ക് കൊടുക്കും. ഒരാളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെയും ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെയും ഇടയിൽ മാത്രമാണ് ആധാരക്കെട്ട് നമ്മുടേതാവുക. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഉണ്ടാവുകയില്ല ശല്യല്ലാതെ. എന്താണ് നിഅമത്ത്? ചിന്തിക്ക്, 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 വളരെ ചിന്തിക്ക്. ഏതാ നിഅമത്ത്? നിഅമത്ത് അല്ലാഹ്. അല്ലാഹ് എന്ന് പറയുമ്പോഴത്തേന് ഹൃദയത്തിന്റെ അവസ്ഥ മാറി. രോമ എടുത്തുടിച്ച് ഇന്നമൽ മുഅ്മിനൂനല്ലദീന മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്. 4 വിഭാഗമുണ്ട്, അതിൽ ഒരു വിഭാഗം ഇവരാണ്. അങ്ങനെയല്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്, രണ്ടാമത്തെ വിഭാഗം ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലായോ? ഈമാനുണ്ടോ? ഇത് ഉണ്ടായിരിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അത് ചിന്തിക്ക്. അതാണ് നിഅമത്ത്. അതാണ് നിഅമത്ത്. മറ്റെന്ത് നിഅമത്ത്?
ആരോഗ്യം ആത്യന്തികമായ നിഅമത്തല്ല, സമ്പത്ത് ആത്യന്തികമായ നിഅമത്തല്ല. നിഅമത്ത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله 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 توكلوا الله 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 عليه توكلوا إنما المؤمنون മുഅ്മിനീങ്ങൾ الذين ഒരു വിഭാഗം മാത്രമാണ്, വേറെ രണ്ടാമത്തെ ഒരു പാർട്ടി ഇല്ല. ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പിടക്കാൻ തുടങ്ങും, ത്രസിക്കാൻ തുടങ്ങും, അവരുടെ ഹൃദയത്തിന് ചൂട് കയറും, അവരുടെ അവസ്ഥ മാറും, അവരുടെ രോഗം, അവരുടെ ശരീരത്തിൽ കോലം മാറും, എല്ലാവർക്കും മാറിപ്പോകും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർ സാധാരണ വാക്കല്ല, അത് പറയാൻ അവർക്ക് കഴിയില്ല. അത് പറയുമ്പോഴത്തിന് അവസ്ഥ മാറും. അത് പറയപ്പെടുകയും ഒരു പ്രത്യേക ഉന്മേഷമോ ഒരു പ്രത്യേകമായ ആവേശമോ ഇല്ലാതെ അത് കേട്ട് നിൽക്കാൻ അവർക്ക് കഴിയുകയില്ല. എന്തുകൊണ്ട്? അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. ചിന്തിക്ക്, ചിന്തിക്ക്. ചിന്തിക്ക് ചിന്തിക്ക് നേതാവിന്റെ പേര് കേട്ടാൽ അനുയായിക്ക് ആവേശം വരും, അവൻ ഇൻകിലാബ് വിളിക്കും. നേതാവ് കാറിൽ നിന്ന് വന്നിറങ്ങിയാൽ, അല്ലെങ്കിൽ ഫുട്പാത്തിൽ വന്നിറങ്ങിയാൽ, ട്രെയിൻ ഇറങ്ങിയാൽ, ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അവൻ സിന്ദാബാദ് വിളിച്ച് സ്വീകരിക്കും. ഇൻകിലാബ് സിന്ദാബാദ്. നേതാവിന്റെ പേര് പറയപ്പെട്ടാൽ പോലും അവൻ സിന്ദാബാദ് വിളിക്കും. എന്തുകൊണ്ട്? അവർക്ക് രോമാഞ്ചം ഉണ്ടാവും. രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞാൽ അനുയായിക്ക് അവൻ വെറുതെ ഇരിക്കില്ല, അവന്റെ മനസ്സ് ത്രസിച്ചു പോവും. ആ നേതാവല്ലേ, ആ വലിയ നേതാവല്ലേ. ആ നേതാവിന്റെ പേര് വെറുതെ കേട്ടിരിക്കാൻ അനുയായിക്ക് കഴിയുകയില്ല. അവന്റെ മുഖം ഒന്ന് വിസ്കരിച്ചു. അവൻ അത്ര വലിയ ലീഗിന്റെ നേതാവിനെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് പറഞ്ഞു. ഇത് നേതാവിന്റെ പേര് കേട്ട് വെറുതെ ഇരിക്കാൻ അനുയായിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിൽ അത്രയും നിറഞ്ഞിട്ടുണ്ട് നേതാവ്. വളരെ ചിന്തിക്കണം, എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം. അവൻ വലിയ ലീഗിന്റെ ആളാണ്. അപ്പോൾ ലീഗിന്റെ നേതാവിന്റെ പേര് വെറുതെ കേട്ടിരിക്കാൻ അവന് കഴിയില്ല. അവന്റെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമുണ്ടായി. അല്ലെങ്കിൽ അവൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് വെറുതെ കേട്ടിരിക്കാൻ അവന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? വലിയ ആവേശമുണ്ടായി. അവൻ മനസ്സിൽ തൊട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലെങ്കിൽ അവൻ കോൺഗ്രസിന്റെ നേതാവിന്റെ അവൻ വലിയ കോൺഗ്രസ്സുകാരനാണ്. ആ പേര്, ആ നേതാവിന്റെ പേര് വെറുതെ കേട്ടിരിക്കാൻ അവന് കഴിയില്ല. അത്രയും വലിയ കോൺഗ്രസ്സുകാരനാണ് അവൻ. കാരണം അത്രയും വലിയ ആളുകളാണ് ഇവരൊക്കെ. അവരൊന്നും വെറുതെ കേട്ടിരിക്കാൻ അവന് കഴിയില്ല. എന്നാൽ അള്ളാഹിനെ പറ്റി പറഞ്ഞാലോ, അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ അതിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. ബാങ്കൂർദ പള്ളി പോകും, അതിന് അള്ളാഹ്ക്ക് പത്രം മതിയല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹ്ക്ക് 5 വക്ത് നിസ്കരിച്ചാൽ കൊടുത്താൽ പോരെ, അത്ര തന്നെ. ബാക്കി ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അതും തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങൾ കുറച്ച് നേതാക്കന്മാരുണ്ട്. ലീഗിൻ്റെ ഉണ്ട്, കോൺഗ്രസിന് കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റിനുണ്ട്. അവരൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഞങ്ങൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 5 വക്ത് പള്ളി പോകും. അതിൽ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. അതിന് അള്ളാഹു തആല അവിടുന്ന് സ്വർഗം തരും ചെയ്യും. ഇവിടെ മുണുങ്ങാനും തരും, അവിടെ വല്ലാതെ മുണുങ്ങാനും തരും. അങ്ങനെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ 5 വക്ത് പള്ളിയിൽ പോയി കൊടുക്കും. പ്രത്യേക താല്പര്യങ്ങളൊന്നും തോന്നുന്നില്ല. എന്നിട്ടോ
വലിയ സത്യസന്ധനായ മുസ്ലിമാണ് എന്ന് പേര് പറയും. പള്ളി കമ്മിറ്റിയിൽ അവൻ്റെ പേര് കൂട്ടിയിട്ടില്ലെങ്കിൽ, ജനറൽ ബോഡിയിൽ അവൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവൻ തല്ലുണ്ടാക്കും. എന്തുകൊണ്ട്? എന്നെ കൂട്ടാത്ത എന്ത് കമ്മിറ്റിയാണ്? ഞാനല്ലേ ഇവിടുത്തെ വലിയ മുമ്പിനായ വെച്ചു. എന്താ പ്രശ്നം? വലിയ ലീഗറിനാണ്, ശരിയാണ്, പക്ഷെ മുസ്ലിമല്ല. വലിയ കോൺഗ്രസ്സുകാരാണ്, ശരിയാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ ആളല്ല. വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ്, ശരിയാണ്, പക്ഷെ ഇപ്പോഴും അള്ളാഹിൻ്റെ ആളായിട്ടില്ല. അള്ളാഹിൻ്റെ ആളാരാ? അള്ളാഹുവിന്റെ ആള്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവരെ മനസ്സ് ത്രസിച്ചു പോയി, അവരെ ഹൃദയം ആവേശഭരിതമായി, അവർക്ക് നിർവികാരരായി അള്ളാഹു എന്ന പേര് കേട്ടിരിക്കാൻ കഴിയില്ല. അവരാണ് മുഅ്മിനുകൾ. മുഅ്മിനുകൾ ഒരൊറ്റ പാർട്ടിയാണ്, രണ്ടാമത്തെ പാർട്ടിയില്ല. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അല്ലദീന ഒരു വിഭാഗം മാത്രമാണ്, രണ്ടാമത്തെ വിഭാഗമില്ല. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവർ ഹൃദയം ആവേശഭരിതമാവും, അവർ ഹൃദയം ത്രസിച്ചു പോകും, അവർ ഹൃദയം പിടച്ചു പോകും. മനസ്സിലായോ? ചിന്തിക്ക്. അല്ലാഹു എന്ന പേര്, ആ വാക്ക്, ആ ഇസ്മ അവർക്ക് വെറുതെ കേട്ടിരിക്കാൻ കഴിയുകയില്ല. എന്റെ ഏറ്റവും ഒരു അനുഗ്രഹം അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകി. അതാണ് ഇസ്ലാം, അതാണ് ഈമാൻ. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഈ അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പടിവാതിൽക്കലെത്തിയിട്ടില്ല. ഇത് നീങ്ങിപ്പോകത്തിന് ഇതാണ് അള്ളാഹുവിന്റെ നിഅമത്ത്. അഅ്ളമു നിഅമില്ലാഹി അൽ ഇസ്ലാം, അഅ്ളമു നിഅമില്ലാഹി അൽ ഈമാൻ. ഒന്നുമില്ല. യുദ്ധക്കളത്തിലേക്ക് വന്ന ഒരാൾക്ക് യുദ്ധമറിയാത്തത് കൊണ്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഒട്ടകങ്ങളെ തീറ്റാൻ അയച്ചു. അയാൾക്ക് യുദ്ധമൊന്നും അറിയില്ല, അയാൾ പാവാണ്. യുദ്ധക്കളത്തിൽ പുണ്യ റസൂലിൻ്റെ പിന്നാലെ നിർബന്ധിച്ച് കൂടി നബി നിർബന്ധം പ്രകാരം സമ്മതം കൊടുത്ത് അങ്ങനെ യുദ്ധക്കളത്തിൽ വന്ന ഒരു ഗ്രാമീണനായ മനുഷ്യനെ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ ഒട്ടകത്തെയും കുതിരയെയും ഒക്കെ തീറ്റി വയറ് നിറപ്പിക്കാൻ പുണ്യ റസൂൽ ഏൽപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ഈ ഒട്ടകം ഇങ്ങനെ കൊണ്ടുപോകും, അതിന് തീറ്റ കൊടുക്കും, ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരും. യുദ്ധക്കളത്തിൻ്റെയും മൈതാനിയുടെയും ഇടയിൽ ഇടയ്ക്കിടെ ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. വയറ് നിറഞ്ഞ ഒട്ടകത്തെ ഇങ്ങോട്ട് ഏൽപ്പിക്കും, പശി എടുത്ത ഒട്ടകത്തെ അങ്ങോട്ട് കൊണ്ടുപോകും, തീറ്റ നടക്കും. ഒരിക്കൽ അയാൾ ഒട്ടകത്തിന് തീറ്റ കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ സുഹൃത്തുക്കൾ അയാൾക്ക് ഒരു പൊതി നൽകി. അപ്പോൾ അയാൾ ചോദിച്ചു, മഹദി, ഇതെന്താ? അപ്പോൾ ആളുകൾ പറഞ്ഞു, ഖിസ്മത്തുൽ ലക മിനൽ ഗനീമ ഖസ്സമഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻത ഗൈബ്. നീ ഇവിടെ ഇല്ലാത്ത നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലെത്തിയ കുറച്ച് നാണയങ്ങൾ ഉണ്ടായിരുന്നു. ആ നാണയം പുണ്യ റസൂൽ, കുറഞ്ഞ സ്വർണ്ണത്തിൻ്റെ ഉരുപ്പടികൾ ഉണ്ടായിരുന്നു, അത് പുണ്യ റസൂൽ ഞങ്ങൾക്കിടയിൽ ഓഹരി ചെയ്തു. അങ്ങനെ ഓഹരി ചെയ്തപ്പോൾ നിന്റെ പേര് പറഞ്ഞു. അപ്പോൾ നിനക്കുള്ളത് ഞങ്ങളെ ഏൽപ്പിച്ചു. നീ സ്ഥലത്തില്ലായിരുന്നു, നീ ഒട്ടകത്തിന് തീറ്റ കൊടുക്കാൻ പോയ സമയത്താണ് ആ ഓഹരി നടന്നത്. അയാൾ അതിങ്ങനെ പിടിച്ചു. അയാളുടെ മുഖത്തിന്റെ രൂപം നമ്മൾ മാറി. അയാൾക്ക് ദേഷ്യം പിടിച്ചതുപോലെയായി. ഉടനെ അയാൾ ചോദിച്ചു, അയ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ എവിടെ? ആളുകൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തമ്പിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. വേഗം ആ പൊടിയും എടുത്ത് അയാൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള തമ്പിലേക്ക് പോയി. തമ്പിലേക്ക് കയറി ചെന്നു. അപ്പോൾ റസൂലുള്ളാഹി ഇരിക്കുന്നുണ്ട്. നബിയുടെ മുന്നിൽ ഒരു പീഠവുമുണ്ട്. ആ പീഠത്തിൽ ഈ പൊതി അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഇയാൾ വമാ ഹാദിഹി യാ റസൂലല്ലാഹ്, ഇതെന്താ നബി? റസൂലുള്ളാഹിക്ക് മനസ്സിലായി, കുറച്ച് നേരത്തെ ഗനീമത്ത് ഓഹരി ചെയ്തപ്പോൾ അതിൽ കിട്ടിയതാണ്, അയാൾക്കുള്ള ഓഹരിയാണ്. അത് ഖിസ്മത്തുൽ ലക മിനൽ ഗനീമ. എൻ്റെ അടുക്കൽ കുറച്ച് ഉരുപ്പടി കിട്ടിയിരുന്നു സ്വർണ്ണവെള്ളിയുടെ, അത് ഞാൻ തൽക്കാലം ഉള്ളവർക്ക് അവിടെ ഉള്ളവർക്കിടയിൽ ഓഹരി ചെയ്തു. നീ ഇല്ലാത്തത് കൊണ്ട് നിന്റെ ഓഹരി അവരെ ഏൽപ്പിച്ചത്. അപ്പോൾ അയാൾ അതൊന്നുകൂടെ മുസ്തഫ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒന്നുകൂടി അത് നീക്കി. സ്വഹാബികൾ ബേക്കിൽ വന്ന് ബേജാറായി. അവർ വിചാരിച്ചു ഇയാൾക്ക് ഓഹരി കുറഞ്ഞു പോയതിൽ നബിയോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി നിങ്ങളെ പിന്നാലെ കൂടിയവനല്ല, എനിക്കിത് വേണ്ട. ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടിയത് അല്ലാഹ് എന്ന പരിശുദ്ധ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്.
ആ പ്രവർത്തനത്തിൽ ഞാൻ കർമ്മനിരതനായിരിക്കുമ്പോൾ അസൂയാലും അഹങ്കാരിയുമായ ശത്രു അമ്പെയ്തിട്ട് എൻ്റെ ഇവിടെ അമ്പിൻ്റെ മൂന കയറ്റും. അപ്പോൾ ഞാൻ അവിടെ പെടന്നു മരിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി മരിക്കും. അതിനിതുവരെ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ സ്വർണത്തിന് വേണ്ടി വന്നതുമല്ല. അപ്പോൾ അയാൾക്ക് അല്ലാഹു റസൂൽ യുദ്ധത്തിന് പോകാൻ സമ്മതം കൊടുത്തു. മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നു പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, അല്ലാഹു തന്റെ അടിമക്ക് നൽകുന്ന ഭാഗ്യത്തെ ഹബീബ് വിശദീകരിച്ച് ചിന്തിക്ക്. മുഅ്മിനേ ചിന്തിക്കണം. ഇവർക്ക് നമ്മളെപ്പോലെയുള്ള വിദ്യാഭ്യാസമോ അക്കാദമിക്കൽ പരിജ്ഞാനമോ ഉണ്ടായിരുന്നില്ല. അവർ കൃഷിവലന്മാരായിരുന്നു, അവര് ഒട്ടകം മേക്കുനാടുകളായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ നുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കൽ വല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കൽ വഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ടുന്നില്ല, ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു എന്ന് പറയുമ്പോഴത്തിന് മനസ്സ് വല്ലാതെ തുടികൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞു. അത് ഈമാനിൻ്റെ പരിശോധനയുടെ ആദ്യത്തെ വിജയമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴാമത്തെ ആളാരാ? അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴാമത്തെ ആളാരാ? ഏകാന്തതയിൽ മനസ്സ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പറന്നു പോകും. അപ്പോഴത്തിന് കരയും. അർശും കഴിഞ്ഞ് കടന്നു പോകും. എന്ത്? മനസ്സ്. അർശിന്റെ അധിപതിയെ ഏകാന്തത, ഒരു സെക്കൻഡ് ഏകാന്തത കിട്ടിയാൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് പറന്നു പോകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു ഒഴിവ് കിട്ടിയാൽ അവൻ അള്ളാഹിനെ പറ്റിയേ ചിന്തിക്കുള്ളൂ. അള്ളാഹ് അവൻ ചെയ്ത അനുഗ്രഹം. رجل ورجل ذكر الله خاليا ففاضت عيناه ففاضت عيناه ففاضت عيناه ففاضت عيناه ففاضت عيناه. അവൻ്റെ രണ്ട് കണ്ണും ഒലിക്കും. അങ്ങനെ പുണ്യ റസൂൽ പറഞ്ഞത്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവൻ്റെ കണ്ണിൽ നിന്നൊലിക്കുമെന്നല്ല, അവൻ്റെ രണ്ട് കണ്ണും ഒലിക്കും എന്ന പുണ്യ റസൂൽ. ഫഫാളത്ത് ഐനാഹ് ഫഫാളത്ത് ഐനാഹ്, അവൻ്റെ രണ്ട് കണ്ണും ഒലിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ രണ്ട് കണ്ണും ഒലിക്കുമെന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ട്? അത്രയും ശക്തമായി വെള്ളം വരും. കണ്ണൊലിക്കുന്നത് പോലെ, കണ്ണുനീരിൽ കണ്ണു പോലും ഒഴിച്ചു പോകുമോ എന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലാണ് വെള്ളം വരിക. മനസ്സിലായില്ലേ? ചിന്തിക്ക്. തന്നെ ഈമാൻ. വേറുള്ളവരെ ഈമാൻ നമ്മൾ തപ്പാൻ നടക്കണ്ട. നമുക്ക് നമ്മളെ ഈമാൻ പരിശോധിക്കാലോ. എനിക്ക് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാലോ. എനിക്ക് എൻ്റെ ഏകാന്തതയിൽ എനിക്ക് അല്ലാഹുവിന്റെ ചിന്ത വരികയും അപ്പോഴത്തിന് കരയുകയും ചെയ്യുന്നുണ്ടോ? ഈമാനുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാരോടും പറയണ്ട. ഇല്ലേ? അല്ലാഹു എന്ന് പറയുമ്പോഴത്തേന് കരയാൻ ഇപ്പോഴും തോന്നുന്നില്ലേ? ഇനിയും അധ്വാനിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ആൾ അധ്വാനിക്കണം. പക്ഷെ രണ്ടാമത്തെ ആൾ, ഇപ്പോൾ പറഞ്ഞ ആള് പടിവാതിൽക്കലെത്താൻ ഇനിയും അധ്വാനിക്കണം. നിഅമത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതാ നിഅമത്ത്? ഈമാൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, മുഅ്മിനീങ്ങൾ ഒരു വിഭാഗം മാത്രമാണ്, രണ്ടാമത്തെ ഒരു വിഭാഗം ഇല്ല. അതാണ് ഈ വിഷയത്തിൽ ഗൗരവം. മുഅ്മിനീങ്ങൾ രണ്ട് വിഭാഗമില്ല, ആകെയുള്ളത് പറ ഒരു വിഭാഗം. ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും, അവരെ മനസ്സും ഒക്കെ മാറിപ്പോവും. അല്ലാഹു എന്ന് കേട്ടാൽ അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ആ വാക്ക്, ആ ഇസ്മ അവരെ അങ്ങോട്ട് പരിവർത്തനം നടത്തും. വലിയ ചേഞ്ച് വരുത്തും. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഒരു പട്ടണത്തിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾക്ക് 1000 സ്വർണ്ണ നാണയം അത്യാവശ്യമായി വന്നു. അയാൾ വേഗം ഒരു ധനാഢ്യനെ സമീപിച്ചു, ഒരു മുഅ്മിനായ ധനാഢ്യനെ. പഴയ കാലത്ത് ഒരു കഥ പറയുകയാ. ഇത് മുത്തുനബി പറഞ്ഞ കഥയാണ്. അങ്ങനെ അയാൾ അടുത്ത് പോയി,
എനിക്ക് 1000 സ്വർണ്ണ നാണയം കടം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, തരാം, നിനക്ക് വല്ല ജാമ്യക്കാരനെയും തരാൻ കഴിയോ? അപ്പോൾ പറഞ്ഞു, തരും. ഒരു ജാമ്യക്കാരൻ തരാൻ കഴിയും. ഞാൻ വാങ്ങുന്ന പണത്തിന് ജാമ്യക്കാരൻ 1000 സ്വർണ്ണ നാണയം തരാം, പക്ഷേ നിനക്കൊരു ജാമ്യക്കാരൻ തരാൻ കഴിയും. ആരാണത്? നാട്ടിൽ അത് കേട്ടപ്പോൾ പിടിച്ചു. കാരണം അയാൾക്ക് ഏറെ അയാൾ മനസ്സ് ചേഞ്ച് ആവുന്ന വാക്കാണ് ഏത്? ഒക്കെ പറ, ഏത്? അയാൾ വേഗം എന്ത് ചെയ്തു? സ്വർണ്ണ നാണയം കടം കൊടുത്തു അള്ളാനെ വെച്ചിട്ട്. അയാൾ പോയി. അയാൾ പോയതിൽ പിന്നെ കുടുംബം പോലും അയാളെ ആക്ഷേപിക്കാൻ തുടങ്ങി. എവിടുന്നോ കയറി വന്ന ഒരാൾ പേര് ഊരി ഞാൻ എന്തറിഞ്ഞ് കണ്ട പൈസയൊക്കെ കൊടുക്കുക. പക്ഷേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. കൊടുത്ത അയാൾ പോയി. ഒരു സമയവും പറഞ്ഞു, ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് അയാൾ നാട്ടിൽ നിന്ന് പണമുണ്ടാക്കി അയാൾ തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനിടയിൽ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴ നിറഞ്ഞൊഴുകുക, വലിയ മലവെള്ളം വന്നു, പുഴ നിറഞ്ഞൊഴുകുക. ആ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ടോ ഈ ഗ്രാമത്തിൽ നിന്ന് അങ്ങോട്ടോ ഒരാൾ പോകാതെയായി. പിറ്റേ ദിവസം പിന്നെയും വന്നു. അപ്പോഴും പോക്ക് തുടങ്ങിയിട്ടില്ല. ഒരു കപ്പലോ ഒരു തോണിയോ ഒന്നും പോകുന്നില്ല, ഒരു നിർവാഹവും ഇല്ല. പിറ്റേ ദിവസം മടങ്ങിപ്പോയി. വൈകുന്നേരം വരെ വെള്ളം വന്നിറങ്ങിയാൽ എങ്ങനെയെങ്കിലും അക്കരെ എത്തി പണം കൊടുക്കാം. അള്ളാഹുവിന്റെ പേര് പറഞ്ഞു വാങ്ങിയ പണമാണ്, ആ ഡേറ്റിന് തന്നെ തിരിച്ചു കൊടുക്കണം. 3-ാം ദിവസം വന്നു. വൈകുന്നേരം വരെ പുഴക്കരയിൽ നിന്നിട്ടും ആ പൈസ അങ്ങോട്ട് എത്തിക്കാൻ ഒരു വഴിയും കണ്ടില്ല. അവസാനം തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോൾ ഒരു തടിമരം പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടു. അയാൾ വേഗം നീന്തിപ്പോയി ആ തടിമരം പിടിച്ചു. എന്നിട്ട് അതിനൊരു ഓട്ടയുണ്ടാക്കി. ആ ഓട്ടയത്തിൽ ഈ സ്വർണ്ണ നാണയങ്ങൾ അത്രയും നിക്ഷേപിച്ച് അതിനെ കൃത്യമായും അടച്ചു. അടച്ചതിന് ശേഷം അയാൾ നദിയുടെ വിരിമാറ് നോക്കി ഇങ്ങനെ പറഞ്ഞു, അല്ലാ അല്ലാ, നിന്റെ പേര് പറഞ്ഞ് ഞാൻ വാങ്ങിയ പണമാണ്, അതിന്റെ സമയമായി. ആ സമയത്ത് അയാൾക്ക് നീ എത്തിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാകും. ഞാൻ നിന്നെ പറഞ്ഞു വാങ്ങിയതാണല്ലോ, നീയല്ലേ സാക്ഷി, നീയല്ലേ ജാമ്യക്കാരൻ. ഇയാൾ എന്ത് ചെയ്ത്? ഈ തടിമരം അയാളുടെ ഊക്കിലേക്കും അയാൾ ഈ നദിയുടെ വിരിമാറിലേക്ക് വലിച്ചെറിഞ്ഞ് ഇയാൾ തിരിച്ചുപോയി. മറ്റേയാളോ പണം കിട്ടാനുള്ള ആൾ, അയാൾ പുഴക്കക്കരെ താമസിക്കുന്ന ഇയാൾ എൻ്റെ പണം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു വൈകുന്നേരം വരെ കാത്തിരുന്നു. ഡേറ്റ് ആയപ്പോൾ അങ്ങനെ പലതവണ കാത്തിരുന്നിട്ടും അയാൾ വന്നില്ല. ഒരിക്കൽ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ പുഴയിലൂടെ ഒരു തടിമരം ഒഴിച്ച് അങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ അയാൾക്ക് സന്തോഷമായി. ഇന്ന് ഭാര്യയെ ഈ തടിമരം കൊണ്ടുവന്ന് അവൾക്ക് വിറകിന് ആവശ്യമായ ആയല്ലോ, ആ വിറകെങ്കിലും കൊടുത്ത് ഇന്ന് അവളെ സന്തോഷിപ്പിക്കാം. ഇന്ന് അവൾ വല്ലാതെ ആക്ഷേപിക്കൂല. വേഗം നീന്തി ആ തടിമരം പിടിച്ചിട്ട് അയാൾ വീട്ടിൽ കൊണ്ടുവന്നു. കോടാലിയും എടുത്തു. എന്നിട്ട് അയാൾ വെട്ടി പൊളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കോടാലി കിലു 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 കിലും എന്ന് ശബ്ദമുണ്ടാക്കിയിട്ട് നേരെ ആഴ്ന്നിറങ്ങി. അതിൽ നിന്ന് തടിമരത്തിന്റെ മാറ് പിളർന്ന് സ്വർണ്ണ നാണയങ്ങൾ പുറത്തേക്ക് ചാടി. എണ്ണി നോക്കിയപ്പോൾ കൃത്യമുണ്ട്. അത് മാത്രമല്ല ഒരു കുറിമാനവും ഉണ്ട്. അല്ലാഹുവിനെ ജാമ്യക്കാരനാക്കി ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയ പണമാണിത്. എത്തിച്ചു തരാൻ അല്ലാഹുവിനല്ലാത്തൊരു നിർവാഹവുമില്ല. അങ്ങനെ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണ്. എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷമായി. മറ്റേയാൾ വീണ്ടും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കി. പഴയ പോലെ ആയപ്പോൾ അയാൾ ഗ്രാമത്തിലേക്ക് പഴയ പണവും കൊണ്ട് തിരിച്ചു വന്നു. പണം കൊടുക്കാൻ നോക്കിയപ്പോൾ നീ തന്ന പണം അല്ലാഹു ഏൽപ്പിച്ചിട്ട് എത്തിച്ചു. ഞാൻ അന്ന് തന്നെ ആ പണം കൈപ്പറ്റി. നീ കൊടുത്തയച്ച കുർബാനും അതിലുണ്ടായിരുന്നു. അല്ലാഹു 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലാ നബി സല്ലല്ലാഹു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമാണ്.
അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഈമാനാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും തിരിച്ചറിയുന്ന മനസ്സാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഞാൻ ഒന്നിനും അർഹനല്ല എന്ന ബോധമാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എനിക്കെന്തിനും പോകുന്ന റബ്ബുണ്ടല്ലോ എന്ന് സദാസമയമുള്ള മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന ചിന്തയാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഒന്നിനും ഞാൻ ഭയപ്പെടേണ്ടതില്ല, എല്ലാ ഭയപ്പെടുത്തുന്നവനെയും ഭയപ്പെടുത്തുന്നവനാണ് എൻ്റെ രക്ഷിതാവ് എന്ന ബോധമാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതൊരുത്തൻ്റെയും മൂർത്താവിൽ അള്ളാഹുവിൻ്റെ കൈയുണ്ട് എന്ന് അറിവാണ്. ഏതൊരുത്തൻ്റെയും മൂർത്താവിൽ അള്ളാഹുവിൻ്റെ കൈയില്ലാതെയില്ല. അപ്പോൾ ആരും നമ്മളെ ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കണമെങ്കിൽ അള്ളാഹു സമ്മതം കൊടുക്കണം. മനസ്സിലായോ? പേടിക്കണ്ട. ഇനി ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നമ്മളെ തീരുമാനം മനസ്സിലാക്കും. വഴിയാത്രക്കിടയിൽ സിംഹം വഴി തടഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് നിന്റെ ഭക്ഷണം ഞങ്ങളാക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമെങ്കിൽ എത്രയും പെട്ടെന്ന് കഴിക്കാം. അതല്ല, ഇന്ന് നിന്റെ ഭക്ഷണത്തിൻ്റെ ലിസ്റ്റിൽ ഞങ്ങളെ പേരില്ലെങ്കിൽ മാറി തന്നിട്ട് ഞങ്ങൾക്ക് യാത്ര പോകും, ഞങ്ങൾ മക്കത്ത് പോകുന്നവരാ. ആര് പറഞ്ഞു? ഇബ്രാഹിമിനോട്. അപ്പോൾ സിംഹം പിന്തിരിഞ്ഞു പോയി. അതിന്റെ വാലാട്ടുകയും ചെയ്തു. മനസ്സിലായോ? വഴി മുടക്കി നിൽക്കുന്ന സിംഹത്തിലേക്ക് നടന്നു പോയി ചെന്നാര്? കർമ്മയോഗിയായ മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് അള്ളാഹു തരുന്ന റിസ്ഖിൽ ഞങ്ങളെ പേരുണ്ടെങ്കിൽ ഇതാ കഴിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഖള അങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരു പ്രശ്നമില്ല, തിന്നോ. ഇന്ന് നിനക്ക് റബ്ബ് തന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ ഞങ്ങളില്ല എങ്കിൽ മാറി നിൽക്ക്. ഞങ്ങൾ മുസാഫിറൂന ഇലൽ ഹജ്ജ്, ഞങ്ങൾ ഹജ്ജിന് പോകുന്നവരാ. ഫതവല്ലൽ അസദു, അപ്പോൾ സിംഹം പിന്തിരിഞ്ഞു പോയി. എന്തുകൊണ്ട്? സിംഹത്തിന് അള്ളാഹു കൊടുത്ത ലിസ്റ്റിൽ ഇവരെ പേരില്ല. ഏതൊരുത്തൻ്റെയും മൂർത്താവിൽ ആരുടെ കൈയുണ്ട്? പറ. അള്ളാഹുവിന്റെ കൈയുണ്ട്. ആനങ്ങില്ല. ഞാനെങ്കിയാലോ അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. എന്തിനു പഠിക്കണം? അതുകൊണ്ട് അതൊരു തിരിച്ചറിവാണ്, അള്ളാഹുവിനുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ലഭിച്ചോ, അതാണ് ഈ ക്ലാസിന്റെ ലാഭം. എന്തിനാ ഈ ക്ലാസ്? ഇതൊരു തിരിച്ചറിവിന്. മീറ്റർ വിതരണത്തിനാണ്. ഈ മീറ്റർ ഇവിടെ വിതരണം ചെയ്തു കഴിഞ്ഞ് അവനവന്റെ ഈമാന്റെ മീറ്റർ ഇതാ ഇന്ന് കിട്ടിക്കഴിഞ്ഞു എന്നാ അവനവന് പരിശോധിക്കാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. അത് ആസ്വദിക്കുന്നവരിൽ, അത് അനുഭവിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാതെ ഈ ഭക്ഷണമോ പാനീയമോ വരുമാനമോ വണ്ടിയോ സൗകര്യമോ ഇതാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന മൂഢത്തരത്തിൽ പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.